ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒത്തിരിയേറെ സമയം മുമ്പോട്ട് പോയി എങ്കിലും നമ്മളിൽ നമുക്ക് ഉള്ള സമയത്തിൽ നിന്നുകൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ചെറിയൊരു ആലോചന സഭയുടെ അനുഗ്രഹത്തിനായി പങ്കുവെച്ച് എൻ്റെ വാക്കുകളിൽ നിന്ന് ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Deuteronomy chapter 14 verse 1 and 2. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കൾ ആകുന്നു. അടുത്ത വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനം ആകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്ത ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുകയാ, നിങ്ങൾ എനിക്കാരാ? ആദ്യം പറയാം മക്കളാ. മക്കളെങ്കിലോ അവകാശികളുമാണെന്ന് മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഈ മഹാദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം എത്രമാത്രമാണെന്ന് എനിക്ക് നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് പഴയ വിഷയമാണ് പാസ്റ്ററെ. ഇതൊക്കെ അറിഞ്ഞാ വന്നേന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളിത് മറന്നു പോകുന്നു എന്നുള്ളതാ സത്യം. ദൈവ മക്കളായി തീരുവാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നു, അവകാശം തന്നു, അധികാരം തന്നു. സ്തോത്രം. മുൻപേ മക്കളല്ലാത്തവരായിരുന്നു. അതെങ്ങനെ അങ്ങനെ പറയുന്നേ എന്ന് ചോദിക്കും. പിശാചിന്റെ ഇഷ്ടങ്ങളെ ചെയ്തു നടക്കുന്നവനെ കുറിച്ച് വചനം പറയുന്ന ഒരു വാക്കുണ്ട്. അവൻ പിശാചിന്റെ സന്തതിയാണ്. വചനം പറയുന്ന, വചനത്തിനകത്തുള്ള വാക്കാ പറയുന്നത്. എൻ്റെ വാക്ക്. നമ്മൾ ആരുടെ ഇഷ്ടം പ്രവർത്തിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവർക്കാ നമ്മൾ മക്കൾ. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മക്കളാ. ഒരു കാലത്ത് അവൻ്റെ പുത്രത്വത്തിൽ നിന്ന് വീണുപോയ നമ്മൾ പിശാചിൻ്റെ മക്കളായി അവൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് അവൻ്റെ ആലോചനകൾക്ക് കീഴ്പ്പെട്ട് അവൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിച്ച് ജീവിതത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന മോശ വഴികളിലും നടന്നിരുന്നപ്പോൾ അതിൽ നിന്ന് തൻ്റെ പുത്രൻ്റെ രാജത്വത്തിലേക്ക് നമ്മെ ആക്കി തീർത്തത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. നാം അവൻ്റെ മക്കളായി തീർന്നു. അതൊരു കുഞ്ഞു പ്രോസസ്സല്ല. നമ്മൾ പലപ്പോഴും ഇന്ന് നമുക്കിതൊക്കെ ഈ തഴക്കവും പഴക്കവും വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ ചെറിയ കാര്യമായി തോന്നി തുടങ്ങിയേക്കുക. വില പോയിക്കൊണ്ടിരിക്കുക, അതിൻ്റെയൊക്കെ വില കുറഞ്ഞു വരികയാണ്. ചിന്തിച്ചു നോക്കണം. ആദ്യ കാലത്ത്, ഈ ഒരു ഭാഗ്യം അനുഭവിച്ച കാലത്ത് നമുക്കുണ്ടായിരുന്ന ആത്മീക സന്തോഷം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അന്നത്തെ ആ ഒരു സന്തോഷം, അന്നത്തെ ആ ഒരു വൈരാഗ്യം എന്നുള്ളത് തമിഴിലെ പദമാണ്. തീഷ്ണത മലയാളത്തിലെ പദം. അന്നുണ്ടായിരുന്ന ആ തീഷ്ണത, അന്ന് ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാഞ്ചയായിരുന്നു പോകാൻ. ഉള്ളൊരു കാലമില്ലായിരുന്നോ? എത്ര രാത്രിയായാലും കുഴപ്പമില്ല, 5 മിനിറ്റ് പ്രസംഗം നീണ്ടാലും കുഴപ്പമില്ല. അന്ന് അനുഭവിച്ച ആ ദൈവകൃപയുടെ നിറവ് എനിക്ക് നിങ്ങൾക്കും ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ വളരെ വ്യക്തിപരമായി നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. എനിക്ക് ചില സമയത്ത് ചിലതൊക്കെ മിസ് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിയണം പ്രിയ ദൈവകുഞ്ഞുങ്ങളെ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം ഉണ്ട്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നുള്ളത് നീ തിരിച്ചറിയണം. നിന്റെ വിളക്ക് ഇരിക്കേണ്ടിടത്ത് കൊണ്ടുവന്ന് വെക്കണം. അത് പല നാളായിട്ട് മങ്ങി കത്തുന്നത്
തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് തെളിഞ്ഞ് കത്തത്തക്കവണ്ണം ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകും. തിരിച്ചറിയണം, മങ്ങൽ ഏറ്റിട്ടുണ്ട്. ചില മേഖലകളിൽ മങ്ങലേറ്റിട്ടുണ്ട്. അത് സമ്മതിക്കാതെ, അത് സമർപ്പിക്കാതെ, അത് ഏറ്റുപറയാതെ, സ്തോത്രം, ഇന്നും എല്ലാം ഭംഗിയായിട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു മുൻപോട്ട് പോക്കുണ്ടല്ലോ. ഓൾ ഈസ് വെൽ എന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഇറ്റ്സ് സോ ഡേഞ്ചറസ്. ഇത് ഭയങ്കര അപകടമാണ്. സ്തോത്രം. നമ്മുടെ ഡീഗ്രഡേഷൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. അത് കുറഞ്ഞ് at the end it will die. അവസാനം ഇത് മരിച്ചു പോകും, ഇത് ചത്തുപോകും. സ്തോത്രം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെ കർത്താവ് സഭയോട് വിളിച്ചു പറയുന്നത്, നീ ചാകാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. ഏതൊക്കെ മേഖലകളിലാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചാകാറായി കിടക്കുന്ന അനുഭവങ്ങളുള്ളത്? ഏതൊക്കെ മേഖലകളിൽ? നിന്റെ പ്രാർത്ഥനാ ജീവിതം ചാകാറായ ഒരു അനുഭവത്തിലാണോ? ആത്മീക ജീവിതം ചാകാറായ ഒരു അനുഭവത്തിലാണോ? സ്തോത്രം. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഈ പാസ്റ്റർക്ക് എപ്പോൾ നോക്കിയാലും ഇതൊക്കെ പ്രസംഗിക്കാനുള്ളതെന്നൊന്നും കരുതരുത്. ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ആ ഉണർവിലേക്ക് വരുവാനുള്ള സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മാറ്റത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ രക്ഷയ്ക്കും എൻ്റെ സഹോദരിയുടെ വിടുതലിനും എൻ്റെ കുഞ്ഞുങ്ങളുടെ മാനസാന്തരത്തിനും വേണ്ടിയാണ്. പക്ഷെ നമ്മിൽ മാനസാന്തരം വേണ്ടതായിരിക്കുന്ന മേഖലകളുണ്ടെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് നമ്മളെ സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. രാവിലെ ഇംഗ്ലീഷ് സർവീസിൽ ഞങ്ങൾ ചിന്തിച്ച വേദഭാഗം 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അവിടെ പൗലോസ് പറയാ, ഞാൻ സ്വീകരിച്ചതിനെയാ ഞാൻ നിങ്ങൾക്ക് പ്രസംഗിച്ചത്. അനുഭവിക്കുന്നതിനെ വേണം പ്രസംഗിക്കാൻ, അനുഭവിക്കുന്നതിനെ വേണം മറ്റുള്ളവരോട് പറയാൻ. സ്തോത്രം. അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്ന ആത്മീക അനുഭവങ്ങൾ എവിടെയോ വഴിയിൽ തുലഞ്ഞു കിടക്കുന്ന അനുഭവമാണോ? തുലഞ്ഞു കിടക്കുക എന്നുള്ളത് തമിഴ് പദമാ. നഷ്ടപ്പെട്ട് കിടക്കുന്ന അനുഭവമാണോ? കളഞ്ഞുപോയ അനുഭവം. അതാ ശരിയായ പദം, കളഞ്ഞുപോയ അനുഭവം. നമ്മൾ പോലും അറിയാതെ ഈ കളഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ബസ്സേ കയറും, 4 സ്റ്റോപ്പ് കഴിയുമ്പം പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോഴാ ഇല്ലാത്ത. കയറിയപ്പോൾ ഉണ്ടായിരുന്നു, പോയപ്പോൾ തിരിച്ചറിഞ്ഞില്ല. 1-ാമത്തെ സ്റ്റോപ്പിൽ അറിഞ്ഞില്ല, 2-ാമത്തെ സ്റ്റോപ്പിൽ അറിഞ്ഞില്ല, 3-4 സ്റ്റോപ്പുകൾ കഴിഞ്ഞ് ഇറങ്ങാറായപ്പം ചുമ്മാ ഒന്ന് പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായ പേഴ്സ് പോയെന്ന്. ഇന്ന് പറഞ്ഞ പോലെയാ പലപ്പോഴും നമ്മളുടെ ആത്മീയ ജീവിതം. 1-ാമത്തെ സ്റ്റേജിലും 2-ാമത്തെ സ്റ്റേജിലും 3-ാമത്തെ സ്റ്റേജിലും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏകദേശം നഷ്ടപ്പെട്ട് തിരിച്ചു ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മേഖല എത്തുമ്പോൾ, ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ വൈകൃതമായി തീരുമ്പോൾ, സ്തോത്രം, ആരും അറിയാത്ത നിലയിൽ നാം ഇതുവരെ നടന്നുകൊണ്ടിരുന്ന നമ്മളുടെ വൈകൃതങ്ങൾ പുറത്തറിയാൻ തുടങ്ങുന്ന നിലയിലെത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്ന, എൻ്റെ ആത്മീയ ജീവിതം എങ്ങാണ്ട് കളഞ്ഞു പോയായിരുന്നു. ഞാൻ മകനാണെന്നുള്ള അനുഭവത്തിന് എവിടെയോ ക്ഷതം സംഭവിച്ചായിരുന്നെന്ന്. പരാജയമാ. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് നോക്കണം, ഏതൊക്കെ മേഖലകളിൽ എനിക്ക് ചിലതൊക്കെ മിസ്സായിട്ടുണ്ടെന്ന്. കൃപകളും കൃപാവരങ്ങളും ഞാൻ ഊന്നി പറയുക, കൃപകളും കൃപാവരങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ടോ? നിങ്ങളുടെ കൃപ, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയെ ഫാൻ ഇൻ ടു ഫ്ലെയിം എന്നാ പറഞ്ഞിരിക്കുന്നത്. ജ്വലിപ്പിക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ജ്വലിപ്പിക്കുന്നതിന് പകരം കപ്പെടുത്ത് വിളക്കിൻ്റെ മുകളിൽ കമത്തി വെക്കുന്നത് പോലെ
നമുക്ക് ദൈവം കൃപയാൽ, കൃപാവരം എന്ന് അതിനെ പറയുന്നത്, കൃപയാൽ തന്ന ദൈവിക താലന്തുകളെ കപ്പുവെച്ച് മൂടി വെച്ച് അതിനെ അണച്ചു കളയുന്നൊരു സ്വഭാവം, ഒരനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എന്തുവാകട്ടെ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ടെത്തണം. സ്തോത്രം. നിങ്ങൾ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. മുന്നേ നിങ്ങൾ ജാതികളായിരുന്നവർ, മുന്നേ നിങ്ങൾ പിശാചിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചവർ. എന്നാൽ തൻ്റെ തേജോമയനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തൻ്റെ മഹായാഗത്താൽ സ്വർഗത്തിലേക്കുള്ള കവാട നമുക്ക് തുറന്നു തന്ന് നമുക്ക് ധൈര്യവും പ്രവേശനവും നൽകി തന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാ! നമ്മളെ അവൻ മക്കളാക്കി തീർത്തു. മക്കളാണെങ്കിൽ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. മക്കളാണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ, മക്കളെന്ന് വിളിക്കപ്പെടുന്നെങ്കിൽ സ്വത്രം അപ്പൻ്റെ വഴികളിൽ നടക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പനെ മനസ്സിലാക്കണം, അപ്പനെ തിരിച്ചറിയണം. സ്തോത്രം. 13-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ അപ്പൻ ആരാന്നറിയാം. പക്ഷെ ആരാണ്ടൊക്കെ ഇതല്ല അപ്പൻ, വേറെ അപ്പൻ എന്ന് പറഞ്ഞപ്പോൾ അവരെ പോയി അപ്പാന്ന് വിളിക്കുന്ന, വളരെ കേവലമായിരിക്കുന്ന, വളരെ നാണം കെട്ടതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയ ഇസ്രായേൽ ജനത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ പോകരുതെന്ന് ഒരു വാണിംഗ് കൊടുക്കുന്ന ദൈവസ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം, അപ്പനെ തിരിച്ചറിയണം. 2, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാണ്. വിശുദ്ധ ജനം എന്ന് പറയുമ്പോൾ നമ്മളിത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. വിശുദ്ധി, ഹോളി എന്ന് പറയുന്ന പദം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമെന്ന, ഒരു പ്രത്യേക കാര്യത്തിനായി വേർതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് വേർപെടുത്തി വെച്ചിരിക്കുന്ന ഒരു കൂട്ടമെന്നാണ്. ഇവിടെ പറയുക, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേർതിരിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ്. പഴയ കാലത്തൊക്കെ സംസാരിക്കുമായിരുന്നു, എന്തുവാ? വേർപാട്. ഇന്ന് പേടിയാ സംസാരിക്കാൻ. സംസാരിച്ച സഭയിൽ ആള് കാണുകയില്ല. അതായത് ദൈവ കുടുംബത്തിൽ വന്നുകൂടുന്നവർ ദൈവവചനപ്രകാരം വേർപാടനുഷ്ഠിക്കണം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ കൽപ്പനയാണ്. അവരോട് അകന്ന് വേർപെട്ടിരിപ്പിൻ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇന്ന് ജനം ഇൻക്ലൂസിവിസത്തിൻ്റെ പുറകില, എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുത്തണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മളെല്ലാവരും പോകുന്നേ. എല്ലാവരും ഉൾപ്പെടുത്തണം. പ്രിയമുള്ളവരെ, ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നു, കർത്താവ് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ നല്ല കൃത്യമായിട്ട് വേർതിരിക്കും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, സ്തോത്രം, ദൈവം വേർതിരിക്കുന്നതിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ചക്കരയും തേനുമാക്കാൻ ശ്രമിക്കരുത്. അത് നമുക്ക് നാശമാണ്. സ്തോത്രം. അകൽച്ച വെക്കേണ്ടിടത്ത് അകൽച്ച വെക്കണം. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 10-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ കാണും വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിൽ പൗലോസ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ഇങ്ങനെയാ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ, വിഗ്രഹം ഏതുമില്ലല്ലോ. തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ പറയുകയാ, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കത്രേ.
ദൈവത്തിൻ്റെ അപ്പം മുറിക്കുന്നവൻ, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവൻ ഈ ഭൂതങ്ങളുടെ ബലിപീഠത്തിൻ്റെ പങ്കാളികളാകാമോ? വേർപാട് വേണോ? ദൈവജനത്തിന് വേർപാട് വേണോ? നമ്മുടെ ഭക്ഷണകാര്യങ്ങളിൽ വേർപാട് വേണോ? നമ്മുടെ ജീവിത രീതികളിൽ വേർപാട് വേണോ? നമ്മുടെ വസ്ത്രധാരണ രീതികളിൽ വേർപാട് വേണോ? നമ്മളുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വേർപാട് വേണോ? നിങ്ങൾ ചിന്തിച്ച് ഉത്തരം പറയുക. ഞാൻ പറയുന്നു വേർപാട് വേണം. കാരണം വചനം പറയുന്നു വേർപാട് വേണം. ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുവാൻ, സ്തോത്രം, ഈ ശരീരം നമ്മളെ ഹേമിക്കുന്ന ഹേമങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുവാനല്ല അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ നമ്മെ അശുദ്ധിക്കായി അല്ല വിളിച്ചിരിക്കുന്നത്, അവൻ നമ്മെ വിശുദ്ധിക്കായി വിളിച്ചിരിക്കുക. വിശുദ്ധി എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിലാക്കണം, അത് വേർപാടിനായി വിളിച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 40-ാം വാക്യം വേഗത്തിലൊന്ന് വായിച്ച്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 40-ാം വാക്യം. മറ്റ് പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. നോക്കുക, അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജനത്തോട് സുവിശേഷം അറിയിക്കുമ്പോൾ ഇവർ ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് യഹൂദ അല്ലെങ്കിൽ യെരുശലേമിലെ ദൈവാലയത്തിൽ നിന്ന് ഇവരുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്ന ഒരു കൂട്ടത്തോട് പറയുകയാ, ഈ വക്രതയുള്ള തലമുറയുടെ മധ്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന്. ഒരു ഉദാഹരണത്തിന് അറിയാണ്, ഏതൊരു റോങ് ആയിട്ടൊന്നും എടുക്കരുത്. ഇപ്പം എല്ലാവരും പെട്ടെന്ന് നമ്മളൊരു കൂട്ടം നമ്മുടെ ലേഡീസ് പ്രെയർ നടക്കുക, ചുമ്മാ ഒരു ഉദാഹരണമാണ്, നിങ്ങളതിനൊന്നും ഒരിക്കലും ദുർവ്യാഖ്യാനം ചെയ്യരുതേ. ലേഡീസ് മീറ്റിംഗ് ഇവിടെ വിൻസിസ്റ്റർ വീട്ടിൽ നടക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അവരവിടെ വലിയ തോതിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ കുറേ പേരിങ്ങനെ ആരാധിക്കുകയും അല്ലെങ്കിൽ കൂടി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും അവിടെ ചെന്നെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് വളരെ കോണ്ടെക്സ്റ്റലായിട്ട് ഞാൻ പറയുന്നത്. ഉടനെ അവിടെ ചെന്നപ്പം അവിടെ നിന്ന് ആലീസ് സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി വേഗം എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ പ്രബോധിപ്പിച്ചിട്ട് അവസാനം പറയുക, ഈ വക്രതയുള്ള തലമുറയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? വല്ല മനസ്സിലാകുന്നുണ്ടോ? അവിടെ അത്രയും കൂടി വന്നവരെല്ലാം ദൈവാലയത്തിൽ കൂടി വന്നവരാ, മറന്നു പോകരുത്. ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ കൂടി വന്നവരാ അവിടെ കടന്നു വന്നവര്. അവരുടെ മധ്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവീന്ന് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞാൽ ആ കൂട്ടത്തിൻ്റെ പരിതാപകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ തലമുറ വളരെ വക്രതയേറിയ, വളരെ കോട്ടമുള്ള ഒരു നിലവാരത്തിൽ കടന്നു പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവാത്മാവ് തരുന്ന ഒരാഹ്വാനമുണ്ട്: വേർപാട് അനുഷ്ഠിക്കണം. ഞാൻ പറയുന്നു, ഇന്നത്തെ പെന്തക്കോസുകാർ കാണിക്കുന്നത് കണ്ടുകൊണ്ട് അത് പിൻപറ്റാൻ പോയേക്കരുത്. ഏറ്റവും നല്ല കൂട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്തു കൂട്ടം. വചനാടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുകയും വചനാടിസ്ഥാനത്തിൽ ദൈവത്തെ അനുസരിക്കുകയും ചെയ്ത ഏറ്റവും ഹയസ്റ്റ് റെവലേഷൻ പ്രാപിച്ചവരാ നാം പെന്തക്കോസ്തുകാർ എന്ന് വിളിക്കപ്പെടുന്ന ആ അനുഭവം പ്രാപിച്ചവർ, അല്ലെങ്കിൽ ആ രീതികളിൽ ദൈവത്തെ ആരാധിക്കുന്നവർ. എന്നാൽ ഇങ്ങനെയുള്ള നാമധേയ, പണ്ട് നമ്മൾ മറ്റുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ നാമധേയ ക്രൈസ്തവ സമൂഹം എന്ന് വിളിച്ചിരുന്നത്, ഇന്ന് ഞാൻ പറയട്ടെ, നാമധേയ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ നിന്നും പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിച്ചവരായി നാം ദൈവത്തെ സേവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നാമധേയ അതേതുമായിക്കൊള്ളട്ടെ, ഇൻഡിപെൻഡന്റ് ചർച്ച് ആയിക്കൊള്ളട്ടെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ആയിക്കൊള്ളട്ടെ, IPC ആയിക്കൊള്ളട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആയിക്കൊള്ളട്ടെ, ഷാരോൻ ആയിക്കൊള്ളട്ടെ, ഏത് സഭയും ആയിക്കൊള്ളട്ടെ, ഏത് പേരിട്ടും വിളിക്കട്ടെ, പെന്തക്കോസ്തിന്റെ അനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നാമധേയക്കാരാ.
സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് പരിശോധിക്കാനായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പെന്തക്കോസ്തിൻ്റെ അനുഭവം ഉണ്ടോ? പെന്തക്കോസ്തിൻ്റെ അനുഭവം ഉണ്ടോ? ദിനംതോറും അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? പെന്തക്കോസ്തിൻ്റെ അനുഭവം ഇവിടെ പറയുക, നിങ്ങൾ ഈ തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടു വരണം. ആ രക്ഷിക്കപ്പെട്ടു വന്നവരുടെ അനുഭവം താഴെ പറയുന്നുണ്ട്. അവരോട് പറയുക, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. സ്തോത്രം. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പറയുക, ഇവരിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണം. എന്നിട്ട് പറയുക, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. വാക്ക് കൈക്കൊള്ളണം, വാക്ക് കൈക്കൊള്ളണം, വാക്ക് കൈക്കൊള്ളണം. അവരുടെ വാക്ക് എന്തുവാ? നിങ്ങൾ സ്നാനപ്പെടണം. രാവിലെ ഞങ്ങൾ സംസാരിച്ച ചിന്തിച്ച ഒരു ഭാഗമുണ്ട്. ദൈവവചനം കേൾക്കണം. ഇന്ന് ജനത്തിന് ദൈവവചനം കേൾക്കാൻ നേരമില്ല. സിനിമ കാണാൻ നേരമുണ്ട്. എത്ര മണിക്കൂറാണെന്നറിയാമോ? 2-2.5 മണിക്കൂറുവാ ഒരു മൂവി. ഒരു വിഷമോ ഇല്ലാതിരുന്ന് കാണും. ക്ഷീണമില്ല, ഉറക്കമില്ല, നേരം പോകുന്നത് അറിയുന്നില്ല, പണിയില്ല, തിരക്കില്ല. സീരിയലായാലോ എവിടെ നിർത്തിയെന്ന് നോക്കി അടുത്ത എപ്പിസോഡ് കാണും. അതല്ല ഇന്നത്തെ കാലത്ത്. ഇപ്പം ഞാൻ പണ്ടൊക്കെ സീരിയൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശീതൾ ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സീരിയലൊന്നും അല്ല ആർക്കും വലുത്, സീരീസ്. അത് നമ്മുടെ ഒന്നും ഭാഷ പോരാഞ്ഞിട്ട് കൊറിയൻ സീരീസും തായ്ലൻഡ് സീരീസും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ. നിങ്ങൾ അത്ഭുതപ്പെടരുത്. സ്തോത്രം. പറയാതിരിക്കാൻ തരവില്ല പ്രിയമുള്ളവരെ. നിങ്ങൾ എന്നോട് ആരും വിഷമം തോന്നരുത്. സത്യമാ. വേർപാട് അനുഷ്ഠിക്കേണ്ടവൻ ലോകത്തോട് ഇഴുകിച്ചേർന്ന് ലോകത്തിൻ്റെ സ്തോത്രം മഞ്ഞളിപ്പിക്കുന്ന മായാമോഹത്തിൽ വലഞ്ഞോടുമ്പോൾ ഇതിൽ നിന്ന് മടങ്ങി വരാൻ എന്നെ പോലെയുള്ളവർ നിന്ന് പറഞ്ഞില്ലെങ്കിൽ ആർ പ്രസംഗിക്കും? ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ പിന്നെ എന്തിനാ? വിളിച്ചവനോട് വിശ്വസ്തതയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. കാലഘട്ടത്തിൽ ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. അതിന് സമയമുണ്ട്. എവിടെ നിർത്തിയെന്ന് കൃത്യം അറിയാം. ഇനി രസം അതല്ല, ഇത്രോ എപ്പിസോഡ് ഒരു സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ 100-150 എപ്പിസോഡാ. 1 മുതൽ 100 വരെയുള്ള കഥ ഇവർക്കറിയാം. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച 10 ക്ലാസ് ഓർത്തിരിക്കാൻ കുറ്റപ്പെടുത്തലായിട്ട് തോന്നരുത് കേട്ടോ. സ്തോത്രം. ഇന്നത്തെ തലമുറ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളെ വെളിപ്പെടുത്തി കാണിക്കുകയാ. 10 ക്ലാസ് ഓർമ്മയില്ല. 10 ക്ലാസ് ഓർമ്മയില്ല. സ്തോത്രം. എവിടത്ത് നിൽക്കുന്നു ആത്മീയ തലമുറ? വേർപാട് ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം പ്രിയമുള്ളവരെ. വചനം കേൾക്കാൻ സമയം കണ്ടെത്തണം. ഉറപ്പിക്കണം. എൻ്റെ മമ്മിയൊക്കെ ചൂലും കെട്ടെടുത്ത് അടിക്കുക. അതെൻ്റെ ഒരു ഭാഷയിലങ്ങ് ഞാൻ പറയുക. പക്ഷെ നല്ല സൂപ്പർ അടി തരുമായിരുന്നു. വീട്ടിലൊരു സിനിമാ പാട്ടിട്ടാൽ അന്ന് ദൈവം സഹായിച്ച് 2 ഡക്കറുള്ള നമ്മുടെ ബിൻ സിസ്റ്റർ വീട്ടിൽ ചെന്നാൽ കാണുക 2 ഡക്കർ പഴയ അതേ സിസ്റ്റം വീട്ടിലിരിപ്പുണ്ടായിരുന്നു. കാസറ്റുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുമായിരുന്നു. കൊണ്ടുവന്നിടാൻ സമ്മതിക്കത്തില്ല. പറയുന്ന എന്താണെന്നറിയാമോ? ഇത് കർത്താവിനുള്ള ഭവനവാ, ഇതിനകത്തുനിന്ന് കർത്താവിൻ്റെ ശബ്ദമേ കേൾക്കാൻ. സ്തോത്രം. ഞാൻ നന്ദിയോടെ ഓർക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയാമോ? ലജ്ജയില്ലാതെ എൻ്റെ യേശുവിൻ്റെ നാമം ആരുടെയും മുന്നേ ഉയർത്തുവാൻ, ഏതവനെ കണ്ടാലും സന്തോഷത്തോടെ യേശുവിനെ പറ്റി പറയുവാൻ ഉള്ളത്തിലൊരു വാഞ്ചയുണ്ട്. ചില സാഹചര്യങ്ങളിൽ സാധിക്കാതെ പോകാറുണ്ട്. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്തളത്തിലൊരു വാഞ്ചയുണ്ട്. ഈ വ്യക്തിയോട് എങ്ങനെയും കർത്താവിനെ പറ്റി പറയണം.
സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തവനായി, സ്തോത്രം, യേശുവിനെ കുറിച്ച് ലജ്ജയില്ലാത്തവനായി കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി നിൽക്കുവാൻ ചെറുപ്രായം മുതൽ ഉള്ളിൽ പകർന്നു തന്ന ഒരു തീ ഉണ്ടെങ്കിൽ, മാതാപിതാക്കളെ, നാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മാതൃകയാണ് അവർക്ക് കൊടുക്കുന്ന ചില ഗൈഡൻസാ. അതുകൊണ്ട് കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അവനത് വിട്ടുമാറത്തില്ല. കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ട വഴിയിൽ അഭ്യസിപ്പിക്കാതെ കണ്ടതുപോലെ കേട്ടതുപോലെ ജീവിക്കാൻ അനുവദിച്ചിട്ട്, കണ്ടതും കേട്ടതും കാണാൻ അനുവദിച്ചിട്ട്, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പ്രൈവസിയാണെന്ന് പറഞ്ഞ് വൃഥാവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ സ്പേസ് കൊടുത്താലുണ്ടല്ലോ, നാളെ നമ്മൾ കരയേണ്ടി വരും. തലമുറ കണ്ടോണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ കുടുംബങ്ങളിലാ തിരുവനന്തപുരത്തൊക്കെ നടന്ന കാര്യങ്ങൾ വളരെ വേദനയോടെ ഓർക്കുക. ഒരു ക്രിസ്തീയ കുടുംബത്തിനകത്താ ഒരു മകൻ സ്വന്തം അപ്പനെ കൊന്നു. ക്രിസ്തീയ കുടുംബം എന്ന് പറഞ്ഞാൽ പോരെ, പെന്തക്കോസ് കുടുംബത്തിനകത്ത്. അവരെ ആ വിഷയത്തെ ഞാൻ എടുത്തു കാട്ടി എന്തെങ്കിലും വലിയ കാര്യം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദനയോടെയാണ് പറയുന്നത്. അവരുടെ വേദന ഒരു പരിധി വരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പരിതാപകരമല്ലേ എന്നൊന്ന് ഓർമ്മിപ്പിക്കുക ഈ വെളിച്ചത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ കാണുന്നേ? നമ്മൾ എന്തിലാ ടൈം സ്പെൻഡ് ചെയ്യുന്നേ? സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാ വേർപാട് അനുഷ്ഠിക്കണം. എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, സമയമറിയാതെ ഓരോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു പോകും. അടുത്ത് പറയുക, ദൈവത്തിൻ്റെ സ്വന്തം ജനമാ. 14-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ചേ. തനിക്ക് സ്വന്ത ജനമായും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാ പറയുന്നേ. സെലക്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8-10 സാരി കാണും അല്ലേ? 8-10 സാരി കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി, ഈ പർപ്പിൾ കളർ കൊള്ളാം, പിങ്ക് കളർ കൊള്ളാം, ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഏതാ എടുക്കണ്ടേ? കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മളൊരെണ്ണം എടുത്തോണ്ട് വരും. അങ്ങനെയാണോ? സ്തോത്രം. വളരെ സെലക്റ്റീവായിട്ട്. സ്തോത്രം. ഇത് പറയുമ്പോൾ നമുക്ക് ആനന്ദിക്കാൻ ഭാഗ്യമുണ്ട്. എന്നെയും നിങ്ങളെയും വളരെ ശക്തമായി അകത്തളങ്ങളിൽ, സ്തോത്രം, ആഴങ്ങളിൽ കടന്നു എന്ന് ആരാഞ്ഞറിഞ്ഞ്, സ്തോത്രം, നമ്മെ തെരഞ്ഞെടുത്തൊരു കർത്താവാണ്. ഞാനും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്. എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ മാന്യതയുണ്ടെന്ന്, എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ ഒരു പ്രത്യേക, സ്തോത്രം, അതിനെ എന്തും വിളിക്കാം, സ്നേഹമെന്നോ കരുതലെന്നോ പ്രിവിലേജ് എന്നോ. ഹല്ലേലൂയ. ഒരനുഭവമല്ലേ, അതൊരു അനുഗ്രഹമല്ലേ? ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് പത്രോസ് പറയുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് കാണാപ്പാടം അറിയാവുന്നതാ. ഒന്ന് വായിച്ചേ, 9 മുതൽ അങ്ങ് വായിച്ചേ. 1 പത്രോസ് 2:9 മുതൽ. നോക്കുക, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ, നമ്മെ വിളിച്ചൊരുവൻ, ഹല്ലേലൂയ, നമ്മെ മാടി വിളിച്ചൊരുവൻ, നമ്മെ ഇതിലേക്ക് അടുപ്പിച്ചൊരുവൻ. ആ സ്നേഹമൊക്കെ ഇന്ന് പകൽക്കാലം ഓർക്കണം. അത് ഘോഷിക്കണം, അത് ഘോഷിക്കണം, ലജ്ജയില്ലാതെ ഘോഷിക്കണം. തരം കിട്ടുമ്പോഴെല്ലാം ഘോഷിക്കണം, അവസരങ്ങളെ ഉണ്ടാക്കി ഘോഷിക്കണം. ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം. ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം കേട്ടോ. സ്തോത്രം. ഇത് എഴുതുന്നത് 2 കൂട്ടരുമുള്ള സഭയ്ക്കാ എന്ന് പറഞ്ഞാൽ യഹൂദനും വിജാതീയനുമുള്ള സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാ, നിങ്ങൾ ഇനി എന്താ ഒരു ജാതിയാണെന്ന്. 7 അയല തടിപ്പിക്കത്തില്ലായിരുന്നു വിജാതീയരെ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്നാ പറയുന്നത്, ജെന്റൈൽസ്. സ്തോത്രം. ജാതികള്, യവനന്മാര്, ജാതികള് 7 അയല തടിപ്പിക്കുകയില്ല. സ്തോത്രം. യാതൊരു വിശുദ്ധ കർമ്മങ്ങളിലും അവർക്ക് പങ്കെടുക്കുവാൻ അവകാശമില്ല. സ്തോത്രം.
പക്ഷെ ഇവിടെ പത്രോസ് വിളിച്ചു പറയുക, ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ ഒരു ജാതിയാണ്, അടുത്തത് നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണെന്ന്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പൗരോഹിത്വം ഒരു ഗോത്രത്തിന് മാത്രമായി തീരെഴുതി നൽകിയിരിക്കുക. ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ, അവർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയായി നിലനിൽക്കേ സ്തോത്രം നമ്മെ എല്ലാവരെയും ദൈവിക ശുശ്രൂഷയിലേക്ക് വിളിച്ചടുപ്പിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ വിളിച്ചോതുകയാ. സ്തോത്രം, രാജകീയ പുരോഹിത വർഗം. ഇനി അവിടെ വേറൊരു മെർജിങ്ങും കൂടെ നടക്കുന്നുണ്ട്. രാജാവിന് പുരോഹിതനാകാൻ പറ്റത്തില്ല, പുരോഹിതന് രാജാവാകാനും പറ്റത്തില്ല. രാജത്വം എന്ന് പറയുന്നത് യഹൂദ കുലത്തിന് മാത്രം അങ്ങ് എഴുതി കൊടുത്തിരിക്കുക. സ്തോത്രം, സാധാരണക്കാരന് സ്തോത്രം യഹൂദ കുലത്തിൽപ്പെട്ടവനല്ലെങ്കിലും എന്തിനേറെ ഇസ്രായേലിൽപ്പെട്ടവനല്ലെങ്കിലും സ്തോത്രം വിജാതീയനായിരുന്നെങ്കിലും നരകത്തിലെ തീക്കൊള്ളി മാത്രമാണെന്ന് നിന്നെ കുറിച്ച് കരുതിയെങ്കിലും നിനക്കൊരു വിലയുമില്ലായിരുന്നെങ്കിലും നിനക്കിവിടെ പ്രവേശനമില്ലായിരുന്നെങ്കിലും നിനക്കിതിനകത്ത് പ്രവേശനം തന്ന് നിന്നെ രാജാവാക്കി തീർക്കുവാൻ, പുരോഹിതനാക്കി തീർക്കുവാൻ നിന്റെ മേൽ കനിഞ്ഞ ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. സ്തോത്രം. മുൻപോട്ട് പോയാട്ടെ, വായിച്ചാട്ടെ. വിശുദ്ധ വംശം. അതാ വിശുദ്ധി എന്നുള്ളിടത്തെല്ലാം ഇപ്പൊ നമ്മൾ വായിക്കുമ്പോ വേർപെടുത്തി വെച്ചിരിക്കുന്ന ഒരു വംശം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ കാണുക, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു വംശം, തനിച്ച് പാർക്കുന്ന ഒരു ജനം. സ്തോത്രം. അതൊരു അന്തസ്സാ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ അതൊരു അന്തസ്സാ. സ്തോത്രം. താഴോട്ട് വരുമ്പോ കാണാം, വേഗം വായിച്ചാട്ടെ, വേഗം കേട്ടോ. സ്വന്തം ജനമാ, അതാ നമ്മൾ വായിച്ച സ്വന്തം ജനമാ. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, മുമ്പേ നമ്മൾ ജനമല്ലാത്തവർ, മുമ്പേ ഞാൻ ജനത്തിൽ ഉൾപ്പെടാത്തവൻ. ഇപ്പൊ ദൈവത്തിന്റെ ജനമാ. കണ്ടോ, കരുണയില്ലാത്തവരായിരുന്നു, പക്ഷെ ഇപ്പൊ കരുണ ലഭിച്ചവരാ. വായിച്ചേ. ഇങ്ങനെ സ്വന്തം ജനമായി തീർന്നത് കൊണ്ട് പ്രിയമുള്ളവരെ എന്ന് വിളിച്ചിട്ട് പറയുക, നിങ്ങളോട് പോരാടുന്ന ഒരു ജഡത്തിന്റെ പോരാട്ടമുണ്ട്. മറന്നു പോകരുത്. എല്ലാ ദൈവപൈതലിനും പ്രസംഗിക്കുന്ന പാസ്റ്ററായ എനിക്കും സ്തോത്രം, എന്നെ കേൾക്കുന്ന വിശ്വാസികളായ ദൈവ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ജഡത്തിന്റെ ഒരു പോരാട്ടമുണ്ട്. അതിനെ ജയിക്കണമെങ്കിൽ എന്ത് വേണം എന്നറിയാമോ? ആത്മാവിന്റെ കൃപ നമുക്ക് വേണം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ബലം നമുക്ക് വേണം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും നമുക്ക് വേണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണോ പാസ്റ്റർ ചോദിക്കും. രക്ഷിക്കപ്പെടാൻ ഹേതുവായി തീർന്ന പരിശുദ്ധാത്മാവ് ഓൾറെഡി നിങ്ങളിലും എന്നിലും ഇല്ലേ എന്ന് ചോദിക്കും. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാ. കൂടിയിരുന്നവർ എത്ര പേരാ? രാവിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളോട് ചോദിക്കട്ടെ. മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്നവരാരാ? അവിശ്വാസികളായിരുന്നോ? വിശ്വാസികളായിരുന്നു, ശിഷ്യന്മാരായിരുന്നു. സ്തോത്രം. അവർ യേശുവിനെ കർത്താവെന്ന് തന്നെയാണോ പറഞ്ഞേ? തോമസ് പറയുമ്പോൾ കുറച്ചും കൂടെ കയറ്റി പറയുക. തോമസ് പറയും, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാ പറയുന്നത്. അതോ വേറെ അതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് പഠിക്കാത്തതുകൊണ്ടാ. അത് അന്നത്തെ സാഹചര്യത്തിൽ യഹൂദന്മാരുടെ ഇടയെന്ന് പറഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലും. കാരണം ദൈവം ഒരുവനാ. മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരൂപത്തിലുള്ള യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാ. ഒറ്റ ശിക്ഷയേ ഉള്ളൂ. രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ പോലെ എന്താ പറയുന്നേ, അതിന് അപ്പീലൊന്നും പോകാൻ പറ്റത്തില്ല. ഒറ്റ ശിക്ഷയേ ഉള്ളൂ, പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോവുക, കല്ലെറിഞ്ഞു കൊല്ലുക. കാരണം കുറ്റം എന്തുവാ? ഇവൻ ദൈവദൂഷണം പറഞ്ഞു. അതാ കുറ്റം. മലയാളത്തിൽ ബ്ലാസ്ഫെമിയിങ് എന്ന് പറയും, ഇംഗ്ലീഷിൽ ഇവൻ ദൈവദൂഷണം പറഞ്ഞു. പക്ഷെ തോമസ് പറയുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചോണം. കർത്താവിനെ ഡിനൈ ചെയ്യുന്നില്ല കേട്ടോ, യേശു അതിനെ ഡിനൈ ചെയ്യുന്നില്ല. ഇന്നത്തെ ഒത്തിരി മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, യേശു പറഞ്ഞിട്ടുണ്ടോ ദൈവമാണെന്ന്? കുഞ്ഞുങ്ങളെയൊക്കെ ചോദിച്ച് കുഴക്കുന്ന ചോദ്യമാണ്. യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനേക്കാൾ സ്തോത്രം എല്ലായിടത്തും എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തോ ചെയ്യരുതെന്ന് പറഞ്ഞു. സ്തോത്രം. ചെയ്യാവുന്നത് ചെയ്തപ്പോൾ അവിടെ നിന്ന് അംഗീകരിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ?
അവൻ അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. അതല്ല എൻ്റെ വിഷയം. മുമ്പോട്ട് പോകുകയാ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു അടിസ്ഥാന ഉപദേശമാണ്. ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറയുന്നത് യോഹന്നാൻ വിളിച്ച് പറയാം, ഞാൻ നിന്നെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിന്നെ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. തീ എന്തിനെ കാണിക്കുന്നു? തീ കാണിക്കുന്നതുണ്ടല്ലോ, സ്തോത്രം, നിന്നിലുള്ള അഴുക്കുകളെ, നിന്നിലുള്ള കീടത്തെ നീക്കിക്കളയത്തക്കവണ്ണം നിന്നെ ശുദ്ധീകരിക്കുന്ന അഗ്നിയായി. സ്തോത്രം. ആത്മാവിനെ കാണിക്കുന്നതുണ്ടല്ലോ, സ്തോത്രം, നിന്നെ ബലപ്പെടുത്തി ശക്തിയോടെ ഈ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിന്നെ ബലപ്പെടുത്തുന്ന ആത്മാവായി. സ്തോത്രം. സ്തോത്രം. വായിച്ചേ, വിഷയത്തിൽ മാറിപ്പോകുന്നു. ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, അടുത്ത് പറയാ, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും അവരുടെ ഇടയിൽ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി തീരണം. സ്വന്തം ജനത്തിനുള്ള കടമയാ. അവരുടെ ഇടയിൽ എന്തുണ്ടാകണം? നമ്മുടെ നല്ല പ്രവൃത്തി വെളിപ്പെട്ടു വരണം. അവർ പക്ഷേ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും നമ്മളെ എന്താന്നേ വിളിക്കത്തുള്ളൂ. അതാ എന്നെ ചിന്തിപ്പിച്ചേ. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഇവരെന്നാന്നാ വിളിക്കുന്നത്? നമ്മളെ ദുഷ്പ്രവർത്തിക്കാരെന്ന്. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? അങ്ങനെയല്ലേ വായിച്ചേ? ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് വിളിക്കും തോറും അവരുടെ ഇടയിൽ നിങ്ങൾ നല്ല പ്രവൃത്തികളിൽ വർദ്ധിച്ചു വരണം. ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ വീണ്ടും നമ്മളെ വിളിക്കും ദുഷ്ടാ. നമ്മൾ വീണ്ടും നല്ല പ്രവൃത്തി ചെയ്യണം. ആ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ വീണ്ടും നമ്മളെ വിളിക്കും കൊള്ളരുതാത്തവനെ. നമ്മൾ വീണ്ടും നന്മ ചെയ്യണം. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇച്ചിരി പാടാണെങ്കിലും പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചാലുണ്ടല്ലോ, കല്ലെറിയാൻ നിൽക്കുന്നവരുടെ മുമ്പിലും സ്തോത്രം, സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാൻ, അതിലിതാ പിതാവും പുത്രനും, അവന് വലത്തുഭാഗത്ത് പുത്രനും നിൽക്കുന്നത് കാണുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടും. പിന്നെ കല്ലേറുകളുടെ വേദനയല്ല, കാണുന്ന ദർശനത്തിൻ്റെ മഹത്വമാണ് നമ്മളെ നിറയ്ക്കുന്നത്. സ്തോത്രം. സ്തോത്രം. നമ്മളവൻ്റെ മക്കളാ. നമ്മൾ അവൻ്റെ വേർപെടുത്തപ്പെട്ട, അവന് വേണ്ടി സെപ്പറേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ, അവന് വേണ്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന കൂട്ടമാ. അവൻ്റെ സ്വന്തം ജനമാ. സ്തോത്രം. വേർതിരിച്ച് നിർത്തപ്പെട്ടിരിക്കുന്ന കൂട്ടം. സ്തോത്രം. വചനം അനുസരിക്കണം, വചനം കേൾക്കണം, സമയം കണ്ടെത്തണം. അവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോയി. ക്ഷമിക്കണം. വചനം അനുസരിക്കണം, വചനം കേൾക്കണം, വചനം സ്വീകരിക്കണം, വചനത്തിൽ നിലനിൽക്കണം. വചനം കേൾക്കാൻ ഡിസേൺഫുൾ ആയിട്ടുള്ള ലിസണിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് നോട്ട് റോങ്. വിവേചന ബുദ്ധിയോടുകൂടെ, വിവേചനത്തോടുകൂടെ എവിടെ നിന്നൊക്കെ വചനം കേട്ടാലും തെറ്റല്ല. ഒറ്റ കാര്യം ചെയ്യണം, മനസാക്ഷി വിവേചിക്കുന്നതിന് മാത്രം ഏൽപ്പിച്ചു കൊടുക്കരുത്, വചനം വിവേചിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം പലപ്പോഴും നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മളൊന്ന് പാസീവ് ലിസണേഴ്സായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതങ്ങ് കേൾക്കും, അത്രേ ഉള്ളൂ, അകത്ത് പോകാൻ സമ്മതിക്കത്തില്ല. രണ്ട്, നമ്മൾ സെലക്റ്റീവ് ലിസണേഴ്സാണ്. ഒരുവിധം എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചുമ്മാ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാനൊരു വലിയ കാര്യം, പ്രത്യേകമായൊരു കാര്യം പറയുമ്പോൾ ഷൈനി സിസ്റ്റർക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യും? ആ ഇഷ്ടപ്പെട്ടതിനെ മാത്രം സ്വീകരിക്കും. ഇഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇന്ന ഒരു മാറ്റം വരുത്താനുണ്ടെന്ന് പറയുന്നത്, കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതാ സെലക്റ്റീവ് ലിസണേഴ്സ് എന്ന് പറയുന്നത്. വചനം കേൾക്കണം, പാസീവ് ലിസണേഴ്സ് ആയിട്ടല്ല, നല്ല ആക്റ്റീവ് ലിസണേഴ്സ് ആയിട്ട് കേൾക്കണം. ആത്മനിറവിലിരുന്നുകൊണ്ട് കേൾക്കണം ദൈവവചനം. സ്തോത്രം. അത് നിങ്ങൾ നടക്കുകയാണെങ്കിലും ആത്മനിറവ് അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. സ്തോത്രം. നിങ്ങളുടെ ഏത് സ്ഥലങ്ങളിലും വാഹനത്തിൽ യാത്ര ചെയ്യാറുണ്ടോ? ആത്മനിറവ് അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കുന്നത് ബെരോവയിലുള്ള വിശ്വാസം ചെയ്തതുപോലെ ഇതുമായിട്ട് ഇത് തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കണം. പരിശുദ്ധാത്മാവ് ഇതിനനുസരിച്ച് നമുക്ക് വിവേചനം തരുമ്പോൾ നന്മയെ നമ്മൾ ഏറ്റെടുക്കണം. എല്ലാ വചനവും നന്മയാണ്. ദൈവവചനം ഏതെങ്കിലും തിന്മയുണ്ടോ? ദൈവവചനത്തെ ഞാൻ പറഞ്ഞേ, പ്രസംഗത്തെ അല്ല പറഞ്ഞത്. ദൈവവചനം ഏതെങ്കിലും തിന്മയുണ്ടോ? ദൈവവചനം ഒന്നും തിന്മയില്ല. അതെനിക്ക് നിങ്ങൾക്ക് നന്മയ്ക്ക് ഹേതുവായ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഏറ്റെടുക്കണം.
സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനം ദൈവവചനം കൈക്കൊണ്ട് വേർപെട്ട കൂട്ടമായി എല്ലാത്തിലും ജീവിക്കണം. അവിശ്വാസികളുമായി ഇണയില്ലാ പണിക്ക് പോകരുത്. വേണ്ടാത്ത കാര്യത്തിൽ ചെന്ന് കണ്ടവരോടെല്ലാം കൂട്ടുകൂടാൻ നിൽക്കരുത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടെന്നല്ല. എനിക്ക് ആ ഭാഗം പറയാതിരിക്കാൻ കഴിവില്ല. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർക്ക് പറ്റിപ്പോയ ചെറിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവരെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തി. ദൈവത്തിൻ്റെ വചനം അങ്ങനല്ല പറയുന്നത്. വിശ്വാസ പ്രമാണങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഞായറാഴ്ച ഒന്നിനെ വിളിച്ചാൽ പറയാൻ ധൈര്യം ഉണ്ടാകണം. ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം എനിക്ക് അതിനേക്കാളും വലുതാ. ഇങ്ങനെ തന്നെ പറയാം, ധൈര്യമായിട്ട് പറയാം, എനിക്ക് ഇതിന് പോയില്ലെങ്കിൽ ഒരാഴ്ച മൊത്തം അതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരും. നിന്റെ ഇതിന് വന്നില്ലെങ്കിൽ നീ കാണുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എന്തെങ്കിലും പറയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരാധന മുടക്കി പരിപാടിയില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റണമെന്ന് ദൈവ കുഞ്ഞുങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുക. ആത്മാവിൽ പറ്റണം. പറഞ്ഞിട്ടുള്ളവരുടെ പിൻതലമുറക്കാരാ നമ്മൾ. ദൈവം കഴിഞ്ഞിട്ട് എന്തുള്ളെന്ന് തീരുമാനിച്ചവരാ അവര്. ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. വേർപാട് അനുഷ്ഠിക്കണം. ആത്മീക കാര്യങ്ങളിൽ കണ്ടതിനകത്തെല്ലാം കൊണ്ടുപോയി നമ്മൾ തല വെച്ച് കൊടുക്കരുത്. നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ വേണ്ടെന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണം. സ്തോത്രം. വിശ്വാസ പ്രമാണങ്ങളിൽ പ്രത്യേകിച്ചും. അടുത്തത് സ്വന്തം ജനമാ സൽപ്രവർത്തികളിൽ വളർന്നു വരണം. ദുഷ്പ്രവർത്തിക്കാരെന്ന് നമ്മളെ വിളിക്കും തോറും നമ്മുടെ സൽപ്രവർത്തി അവരുടെ മുമ്പിൽ പ്രദർശിതമായി തീരണം. സമർപ്പിച്ചു കൊടുക്കാം.